ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വർമ്മയുടെ വീടാണ്. അങ്ങനെ യാമിനി വഴി രുക്മിണി രമ്യയുടെയും രാജുവിന്റെ വിവാഹം തീരുമാനിച്ച കാര്യമെല്ലാം അറിഞ്ഞിരിക്കുകയാണ് തമ്പുരാട്ടി. തുടർന്ന് അവരെ കടത്തിവെട്ടുന്ന വിധം ഒരു തീരുമാനം തമ്പുരാട്ടി എടുത്തിരിക്കുന്നു. അങ്ങനെ തമ്പുരാട്ടി ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അംബികയും ദീപക്കും ഉണ്ടായിരുന്നു. അതേസമയം തന്നെ അപ്പുവും ശേഖരനും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പ്രതാപൻ എവിടെയെന്ന് തമ്പുരാട്ടി ചോദിക്കുമ്പോഴേക്കും പ്രതാപൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. രാജുവിനെ കണ്ടില്ലല്ലോ എന്ന് പ്രതാപൻ പറയുമ്പോൾ അല്ലെങ്കിലും അവൻ്റെ ഒരു മന്ത്രിയുടെ പി എ ആണെന്നുള്ള വിചാരമൊന്നുമില്ലെന്ന് അംബിക പറയുന്നു. അങ്ങനെയല്ല ചേച്ചി, അവൻ വരുന്ന സമയമായിട്ടേ ഉള്ളൂ. ഇന്നൊരു 10 മിനിറ്റ് നേരത്തെ പോകണമെന്ന് പറയാൻ ഞാനാണ് മറന്നുപോയത്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, അവനോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതിയെന്ന് പ്രതാപൻ പറയുമ്പോൾ തമ്പുരാട്ടി പറയുകയാണ്, പ്രതാപ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനേ കുറെ ജ്യോത്സ്യന്മാരെയൊക്കെ വിളിച്ചിരുന്നു. ഈ വരുന്ന 10-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ടെന്നാ പറഞ്ഞത്. അതമ്മേ വല്ലാണ്ടങ്ങ് അടുത്തു പോയില്ലേ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ അതിനെന്താ, നമ്മൾ വീട്ടുകാർ മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു വിവാഹമല്ലേ, അതിന് ആർക്കാ പ്രശ്നമെന്ന് തമ്പുരാട്ടി ചോദിക്കുമ്പോൾ പ്രതാപനും അതിന് ശരിവെക്കുകയാണ്. തുടർന്ന് അപ്പു പ്രീ വെഡിങ് ഷൂട്ടൊക്കെ നടത്തണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ നടത്തിക്കൊള്ളാൻ പ്രതാപൻ അനുവാദം നൽകുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അംബികയും ദീപക്കും. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് ചെല്ലുന്ന അംബിക ഈ വിവാഹം എങ്ങനെ മുടക്കുമെന്ന് ആലോചിക്കുന്നതാണ്. തുടർന്ന് ദീപക് പറയുകയാണ്, അമ്മേ, നമുക്ക് അമ്മാവനോട് രമ്യയും രാജുവും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞാലോ? വേണ്ടടാ, അത് ശരിയാവില്ല. പ്രതാപൻ രുക്മിണിയോട് സംസാരിക്കാൻ തന്നെ ഇരുന്നാലും യാമിനിയും ശേഖരനും അത് നേരത്തെ കണ്ടറിഞ്ഞ് അവർക്ക് ചെന്ന് പണം കൊടുത്താലേ ആ രുക്മിണി പണത്തിന്റെ മഞ്ഞളിപ്പില് നേരത്തെ തന്നെ വിവാഹത്തിൽ നിന്നും പിന്മാറും. അതുകൊണ്ട് എന്താണെങ്കിലും അത് വേണ്ട. അത് ശരിയാണ് എന്ന് ദീപക് പറയുമ്പോൾ അംബിക പറയുകയാണ്, പക്ഷേ ഈ വിവാഹം മുടക്കാൻ നല്ലൊരു വഴി തന്നെ ഉണ്ടല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് അംബിക തന്റെ ഫോൺ എടുത്ത് രമ്യയെ വിളിക്കുകയാണ്. രമ്യയെ, ഞാനൊരു ബാഡ് ന്യൂസ് പറയാൻ വേണ്ടിയാ വിളിച്ചത്. ഇവിടെ രാജുവും ഋതികയും തമ്മിലുള്ള വിവാഹം നടത്താനുള്ള പുറപ്പാടിലാണ് എല്ലാവരും. മേഡം ഇതെന്തൊക്കെയാ പറയുന്നത്? രമ്യ ചോദിക്കുമ്പോൾ അംബിക പറയുകയാണ്, ഞാൻ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. അവരുടെ വിവാഹം ഉറപ്പിച്ചു. നീയൊന്ന് കരുതിയിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളെന്ന് അംബിക പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രമ്യ. എന്നാൽ ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അംബിക കോൾ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് രുക്മിണി ദേഷ്യത്തോടെ ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് പ്രതാപനോട് ചോദിക്കുമെന്ന് പറയുമ്പോൾ രമ്യ പറയുകയാണ്, എന്റെ അമ്മ ടെൻഷൻ അടിക്കണ്ട. എന്താണെങ്കിലും രാജു ഋതികയും തമ്മിലുള്ള വിവാഹം നടക്കാനേ പോകുന്നില്ല, അത് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് രുക്മിണിയെ തടഞ്ഞു നിർത്തുകയാണ് രമ്യ. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. രാജു വന്നയുടൻ തന്നെ പ്രീ വെഡിങ് ഷൂട്ടിന്റെ കാര്യം പറയുകയാണ്. അപ്പു, എനിക്കിതിലൊന്നും താല്പര്യമില്ലെന്ന് രാജു പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികൾ ഇപ്പോഴുണ്ടോ എന്നും അവരുടെ കൂടെ പോകാനും ശേഖരൻ രാജുവിനെ നിർബന്ധിക്കുന്നു. സോറി അപ്പു, എനിക്കിതിൽ താല്പര്യമില്ലെന്ന് രാജു പറയുമ്പോൾ ഇപ്പൊ വേണമെങ്കിലും എനിക്ക് ഈ ഫോട്ടോഷൂട്ട് മുടക്കാമെന്ന് അംബിക ദീപക്കിനോട് പറയുകയാണ്. അതേസമയം എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് തമ്പുരാട്ടി താഴേക്ക് ഇറങ്ങി വരുന്നു. തുടർന്ന് അപ്പു കാര്യം പറയുമ്പോൾ തമ്പുരാട്ടി പറയുകയാണ്, പ്രതാപൻ തന്നെയല്ലേ രാജുവിനെ ഫോട്ടോഷൂട്ടിന് വിടണമെന്ന് പറഞ്ഞിട്ട് പോയത്. എന്താ പ്രതാപൻ പറയുന്നതും ഞാൻ പറയുന്നതും കേൾക്കാൻ രാജുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മേഡം, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുമെന്ന് രാജു പറയുമ്പോൾ അപ്പു രാജുവിനെ ഋതികയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് ഇത് കാണുന്ന ദീപക് അംബികയോട് പെട്ടെന്ന് തന്നെ രമ്യയെ വിളിച്ച് കാര്യം പറയാനായി പറയുകയാണ്. എന്നാൽ രമ്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ ഋതികയുടെയും ഫോട്ടോഷൂട്ട് നടക്കുന്നതാണ്. അങ്ങനെ കുറേയേറെ പോസുകൾക്ക് ശേഷം രാജു പറയുകയാണ്, മതി, നിർത്താം. മേഡം ഇങ്ങോട്ടേക്ക് വന്നേ, എനിക്ക് മേഡത്തിനോടൊരു കാര്യം പറയാനുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഋതികയും കൊണ്ട് മാറി നിൽക്കുകയാണ് രാജു. എന്താ മേഡം, ഇവിടെ എന്തൊക്കെയായി നടക്കുന്നതെന്ന് രാജു ചോദിക്കുമ്പോൾ അത് പിന്നെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് അല്ലേ എന്ന് ഋതിക പറയുന്നു. ഈ കല്യാണത്തിനോടൊന്നും താല്പര്യമില്ലെന്ന് ഞാൻ മേഡത്തിനോട് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. ഒരാളോട് സ്നേഹപൂർവ്വം പെരുമാറുന്നു എന്ന് കരുതി അയാളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നാണോ എല്ലാവരും ധരിക്കേണ്ടത്? മേഡം, ഈ കല്യാണമൊന്നും എന്താണെങ്കിലും നടക്കാനേ പോകുന്നില്ല. ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ എന്താണെങ്കിലും ഞാൻ ഈ നാട് വിട്ട് തന്നെ പോയിരിക്കുമെന്നും രാജു പറയുമ്പോൾ ഇത് കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ഋതിക. പിന്നീട് കാണിക്കുന്നത് വിഷമിച്ചിരിക്കുന്ന ഋതികയെ പത്മാവതി വിളിക്കുന്നതാണ്. തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഋതിക പത്മാവതിയോട് പറയുമ്പോൾ നാളെ രാവിലെ രാജുവിനെ എങ്ങനെയെങ്കിലും കുന്നത്തുകാവ് അമ്പലത്തിലേക്ക് എത്തിക്കാനും മോളുടെ അമ്മമ്മയോട് കാര്യങ്ങൾ പറഞ്ഞാൽ ബുദ്ധിപരമായി കാര്യങ്ങളെല്ലാം ചെയ്തോളുമെന്നും പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാമെന്നും പത്മാവതി പറയുന്നു. തുടർന്ന് ഫോൺ വെച്ചതിന് ശേഷം പത്മാവതി മനസ്സിൽ പറയുകയാണ്, എന്ത് വില കൊടുത്തും ഞാൻ ഈ വിവാഹം നടത്തിയിരിക്കും. വേണമെങ്കിൽ ഞാനാണ് ഋതികുമളുടെ അമ്മയെന്ന് തന്നെ ഞാൻ രാജുവിനോട് പറയുകയും ചെയ്യും. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. രാജുവിന്റെയും രമ്യയുടെയും വിവാഹത്തെപ്പറ്റി സംസാരിക്കുകയാണ് എല്ലാവരും. ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടെന്നും അതുകൊണ്ട് ഞാൻ ഇതുമായി മുന്നോട്ട് പോയിരിക്കുമെന്നും രാധമ്മ പറയുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.